വാക്യത്തിൽ പ്രയോഗിക്കുക കീറാമുട്ടി. എന്തൊരെളുപ്പം. സംസ്ഥാനത്തെ NCPയിലെ മന്ത്രിമാറ്റ ചർച്ച എന്ന് പറഞ്ഞാൽ മതി. പാർട്ടിയിലെ 2 MLA-മാരിൽ രണ്ടാമന് 2.5 വർഷം കഴിയുമ്പോൾ അവസരം നൽകണമെന്ന് പണ്ടേ തീരുമാനമുള്ളതായി തോമസ് കെ തോമസ് MLA പറയുന്നു. എന്നാൽ അത്തരമൊരു തീരുമാനത്തെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രനും. തോമസ് കെ തോമസിന് മന്ത്രിയായേ തീരൂ എന്നൊന്നുമില്ല. പിന്നെ പാർട്ടി തീരുമാനമുള്ളത് കൊണ്ടാകാം. AK ശശീന്ദ്രന് കടിച്ചു തൂങ്ങി കിടക്കാനും താല്പര്യമില്ല. പകരം മന്ത്രിസഭയിലെ NCPക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ രാജിവയ്ക്കാനും വയ്യ. മഹാത്മാഗാന്ധിയും AKജിയും ഒരിക്കലും മന്ത്രിമാരായിരുന്നിട്ടില്ല. പക്ഷേ ജനങ്ങൾ ഇന്നും ആരാധനയോടെ അവരെ സ്മരിക്കുന്നു. അതുകൊണ്ട് ആദ്യ ബാച്ച് എന്ന നിലയിൽ ഗ്രാമവികസന മന്ത്രി ശ്രീ ഗോപാലപിള്ളയും മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മന്ത്രിമാറ്റമൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്ന വിഷയമാണ്. അത് 2021 തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാക്കണമെന്ന് പവാർജിയുടെ തീരുമാനമാണ്, തോമസ് കെ തോമസിൻ്റെതല്ല. വാക്കാലല്ലേ, മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ ഡൽഹി വന്നത് പവാർജിയെ കാണാനാണ്. എൻ്റെ മാനസികമായിട്ടുള്ള സകല വിഷയങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിന് ലെറ്റർ കൊടുത്തു, അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തു. തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ. ഹൈക്കമാൻഡിന്റെ ഉത്തരവാണ്. രാജിവെച്ചേ തീരൂ. ഏത് ഹൈക്കമാൻഡാ സാറേ? നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ, ഹൈക്കമാൻഡാണോ? രാജിവെക്കല്ല. എന്താണ് രാജിവെക്കേണ്ടതെന്ന് പറഞ്ഞാലോ അതും ഞാൻ അനുസരിക്കും. അതുകൊണ്ട് എന്തിനാ അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം? പാർട്ടി പറഞ്ഞാൽ രാജിവെക്കില്ല ചോദിക്കുക. എന്നെപ്പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിപ്പം ഞാൻ മന്ത്രിയാകാൻ ഓടി നടക്കുന്ന പോലാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നത്. തെറ്റായിട്ടുള്ള ന്യൂസാണ്. അങ്ങനെയല്ല, അത് പാർട്ടിയുടെ തീരുമാനമാണ്. അത് പാർട്ടി നടപ്പിലാക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മന്ത്രിയാകണമെന്നുള്ള ആഗ്രഹമില്ല. പക്ഷേ കാലാകാലമായി അവഗണന അനുഭവിക്കുന്ന എന്റെ സമുദായത്തിന് വേണ്ടി വേണമെങ്കിൽ ആ ഭാരം ഞാൻ ചുമക്കാം. അദ്ദേഹത്തിന് ഒരു അവസരം നൽകണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യത്തിൻ്റെ സാധ്യത നമ്മൾ പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ആ സാധ്യതയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അസന്തുഷ്ടി ഞങ്ങളെ അറിയിച്ചത്. NCPയിൽ തോമസ് കെ തോമസിന്റെ മന്ത്രി സ്വപ്നത്തിന് മുഖ്യമന്ത്രിയുടെ ചെക്ക്. AK ശശീന്ദ്രൻ തൽക്കാലം തുടരട്ടെ എന്ന് പിണറായി വിജയൻ. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ. നന്ദി പ്രിൻസി, 1000 നന്ദി. NCPയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ആരാണ് വരുന്നത്? അതിനകത്ത് മുഖ്യമന്ത്രിക്കും ഒരു റോളുണ്ട്, പാർട്ടിക്കും അധികാരമുണ്ട്, മുഖ്യമന്ത്രിക്കും ഒരു റോളുണ്ട്. മറ്റത് അത് NCP കാര്യം മാത്രമല്ലല്ലോ. മന്ത്രിസഭയിലെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് മുന്നണിയുടെയും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും കാര്യമാണ്. എൻ്റെ എത്രയോ മാസത്തെ ആലോചന, എൻ്റെ സ്വപ്നം എല്ലാം പോയി. ആവശ്യം അനുഭവിച്ചാലേ അറിയും. നായനാർ, ചാക്കോ, നമ്പാടൻ ജനകോടികളുടെ നേതാക്കൾ എന്നായിരുന്നു പഴയ ഇടതുമുന്നണിയുടെ മുദ്രാവാക്യം. നായനാർക്കൊപ്പം തലയെടുപ്പുണ്ടായിരുന്ന PC ചാക്കോ തിരികെ NCP വഴി LDFിലെത്തിയപ്പോൾ സ്വന്തം പാർട്ടിയുടെ മന്ത്രിയെ വരെ മാറ്റി തീരുമാനിക്കാൻ കഴിയാതായിരിക്കുന്നു. തോമസ് കെ തോമസിന് ഇനി മന്ത്രിയാവണമെങ്കിൽ ശശീന്ദ്രൻ രാജിവെക്കണമല്ലോ. ഞാൻ മാറാൻ തയ്യാറാണ്, പ്രൊവൈഡ് തോമസ് കെ തോമസ് മന്ത്രിയാകണം. അതിന് സാധ്യതയില്ലെങ്കിൽ ഞാൻ രാജിവെച്ചതുകൊണ്ട് എന്താണ്, ആർക്കാണ് പ്രയോജനം? അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്നു എന്നാണ്. ഞാൻ രാജിവെക്കാൻ വരുന്ന കാരണം ആ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. വിളിച്ചോ നിന്റെയൊക്കെ തൊണ്ട പൊട്ടുന്നല്ലാതെ ഈ ഉതുപ്പച്ച രാജിവെക്കല. ഇതോടെ ഈ ആഴ്ചത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.